ഹായ്, ഓപ്ഷൻ ട്രേഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ആധുനിക ലോകത്ത് പണം സമ്പാദിക്കാൻ പ്രാചീന വഴികളിൽ നിന്ന് മാറി ചിന്തിക്കണം. ട്രേഡിംഗിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ പേര് ചിന്തിക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ്. പക്ഷേ യഥാർത്ഥ വിജയികൾ ചിന്തിക്കുന്നത് എങ്ങനെ ആ സ്കില്ല് നമുക്ക് നേടാം എന്നാണ്. നമ്മുടെ കൈകളിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് പഠിക്കാനുള്ള കഴിവാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാവാൻ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങളുടെ കൈകളിലാണ്. മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ വഴി പണം സമ്പാദിക്കാനുള്ള ലോ റിസ്ക് ഫാക്ടർ മാത്രമുള്ള ഒരു കിടിലം ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കവേർഡ് കോൾ എന്ന ഓപ്ഷൻ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി പഠിക്കുന്നതിലൂടെ ബൈ ലോ സെൽ ഹൈ എന്ന പ്രാചീന മെത്തേഡിൽ നിന്ന് മാറി പുതിയ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് മുകളിലോട്ട് നീങ്ങിയാലും വിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് ഈ സ്ട്രാറ്റജി വഴി പണം സമ്പാദിക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും. കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് തുടങ്ങാം. സ്ട്രാറ്റജി പഠിക്കുന്നതിന് മുമ്പേ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിന് നേച്ചർ തന്നെ നമുക്ക് എവിഡൻസ് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് അതെന്താണെന്ന് ആദ്യം നോക്കാം. ഭൂമിയുടെ താപനില വൻതോതിൽ കുറയുകയും ഭൂപ്രദേശങ്ങളിൽ മഞ്ഞുപാളികളാൽ ഭൂരിഭാഗവും മൂടപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഐസ് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിമയുഗം എന്ന് പറയുന്നത്. ഭൂമിയുടെ ചരിത്രത്തിൽ പ്രധാനമായും 5 പ്രധാന ഐസ് ഏജുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടം യഥാർത്ഥത്തിൽ 2.58 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഐസ് ഏജ് കാലഘട്ടത്തിന്റെ തുടർച്ചയാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ചൂടുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് ധ്രുവപ്രദേശങ്ങളായ അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും മഞ്ഞുപാളികൾ അവശേഷിക്കുന്നത് കൊണ്ടാണ് ഭൂമി ഇപ്പോഴും സാങ്കേതികമായി ഐസേജിലാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്. യഥാർത്ഥ ഹിമയുഗത്തിൽ ജീവിച്ചിരുന്ന, അതായത് നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള മാമത്ത്, സാബർ ടൂത്ത് കടുവകൾ പോലെയുള്ള ഭീമൻ മൃഗങ്ങൾ ജീവിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ ഏകദേശം 11,700 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ ഹിമയുഗത്തിന്റെ ഏറ്റവും തണുത്ത കാലഘട്ടം അവസാനിക്കുകയും അതിജീവിക്കാൻ കഴിയാതെ ഈ ജീവികൾ വംശനാശം സംഭവിക്കുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിലാണ് ആധുനിക മനുഷ്യർ ഭൂമിയിൽ അതിജീവനത്തിനായി കൃഷിയും മറ്റും ആരംഭിക്കുന്നത്. ഭൂമിക്ക് ഇത്രയും വലിയ താപനില വ്യതിയാനം ഉണ്ടാക്കുന്ന മിലങ്കോവിച്ച് സൈക്കിളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവയാണ് നമുക്ക് കോമ്പൗണ്ടിങ്ങിന്റെ അത്ഭുത ശക്തി മനസ്സിലാക്കി തരുന്നത്. ഭൂമിയുടെ ചലനത്തിലും ഭ്രമണപഥത്തിലും ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ കാരണം ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിൽ വ്യത്യാസം വരികയും ഇവ ഹിമയുഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്ന സിദ്ധാന്തമാണ് മിലങ്കോവിച്ച് സൈക്കിളുകൾ. അതായത് മിലങ്കോവിച്ച് സൈക്കിളുകൾ പോലെയുള്ള കാരണത്താൽ വേനൽക്കാലത്ത് ധ്രുവപ്രദേശങ്ങളിൽ ചൂട് വളരെ കുറയുന്നു. തൽഫലമായി ശീതകാലത്ത് പെയ്ത മഞ്ഞ് പൂർണ്ണമായി ഉരുകിപ്പോകാതെ മണ്ണിൽ അവശേഷിക്കുന്നു. ഇതാണ് കോമ്പൗണ്ടിങ് പ്രക്രിയയുടെ ആദ്യ നിക്ഷേപം. അടുത്ത വർഷവും അതിനടുത്ത വർഷവും വീണ്ടും മഞ്ഞ് പെയ്യുന്നു. പഴയ മഞ്ഞ് ഉരുകാത്തതിനാൽ പുതിയ മഞ്ഞ് പഴയ മഞ്ഞിന് മുകളിൽ വന്നടിയുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ മുകളിലെ മഞ്ഞിന്റെ ഭാരം കാരണം സമ്മർദ്ദം അനുഭവപ്പെടുകയും പ്രഷർ വലിയ ഉറപ്പുള്ള ഐസ് പാളികളായി മാറുകയും ചെയ്യുന്നു. ഇവിടെയാണ് യഥാർത്ഥ കോമ്പൗണ്ടിങ് മാജിക് നടക്കുന്നത്. അതായത് മഞ്ഞിന്റെ വിസ്തൃതി കൂടുമ്പോൾ ഭൂമിയുടെ ആൽബിഡോ കൂടുന്നു, അതായത് പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കാനുള്ള ശേഷി. അതായത് മഞ്ഞ് ഒരു കണ്ണാടി പോലെ പ്രവർത്തിച്ച് സൂര്യപ്രകാശത്തിന്റെ 80 മുതൽ 90% വരെ ബഹിരാകാശത്തേക്ക് തിരിച്ചുവിടുന്നു. ചൂട് കുറയുമ്പോൾ മഞ്ഞ് കൂടുതൽ പെയ്യാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അതായത് കൂടുതൽ മഞ്ഞ്, കൂടുതൽ തണുപ്പ്, വീണ്ടും കൂടുതൽ മഞ്ഞ്. ഈ ലൂപ്പ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ പ്രദേശം മുഴുവൻ കഠിനമായി തണുത്തുറയുന്നതിലൂടെ അവിടുത്തെ വായുവും തണുത്തുറയുന്നു. അങ്ങനെ ഈ വായു വ്യാപിക്കുകയും മഞ്ഞ് പെയ്യാത്ത സ്ഥലങ്ങളിലും സ്നോഫോൾ ആരംഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് മറ്റു വൻകരകളിലേക്കും ബാധിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ കോമ്പൗണ്ടിങ് പ്രക്രിയയിലൂടെ കോടിക്കണക്കിന് ടൺ ഭാരമുള്ള ഭീമൻ മഞ്ഞുപാളികളായി മാറുന്നു. സ്വന്തം ഭാരം കാരണം ഒഴുകി നീങ്ങുന്നു. അങ്ങനെ ഭൂഖണ്ഡങ്ങളുടെ ഭൂരിഭാഗവും കനത്ത മഞ്ഞിൻ പാളിയുടെ അടിയിലാകുന്നു. ഭൂമി ഒരു പൂർണ്ണ ഹിമയുഗത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതുപോലെ കോമ്പൗണ്ടിങ്ങിന്റെ കണക്കുകളും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ടേബിൾ നോക്കിക്കോ. അപ്പോൾ
ചെറിയൊരു മാറ്റമാണ് ഭൂമിയെ തന്നെ വലിയ ഹിമയുഗത്തിലേക്ക് മാറ്റുന്നത്. അതുപോലെ മന്ത്ലി 4% റിട്ടേൺ നിങ്ങളെ 3 വർഷം കൊണ്ട് 472% നിങ്ങളെ ക്യാപിറ്റലിനെ വളർത്തും. അപ്പോൾ 8% ആയാലോ, 2196% ആയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ വളരും. അതായത് മന്ത്ലി നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോമ്പൗണ്ടഡ് റിട്ടേൺ ആകുമ്പോൾ 3 വർഷം കൊണ്ട് 2196% മാറും. ഇതിൽ ചെറിയ വ്യത്യാസം, നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടാക്കുന്നതിനുള്ള ചെറിയ വ്യത്യാസങ്ങൾ വലിയ പീരീഡ് ആകുമ്പോൾ, അതേപോലെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നുള്ള പീരീഡിലേക്ക് മാറുമ്പോൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ക്യാപിറ്റൽ മാറുന്നത്. അധികം വിശദീകരിക്കുന്നില്ല. ഈ സ്ട്രാറ്റജി പഠിച്ചിട്ട് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് സാധ്യതകൾ വിലയിരുത്തുക. എന്താണ് കവേർഡ് കോൾ ഓപ്ഷൻ സ്ട്രാറ്റജി? നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ കോൾ ഓപ്ഷനുകൾ സെല്ല് ചെയ്തുകൊണ്ട് മന്ത്ലി റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് കവേർഡ് കോൾ. ഹൗ? എങ്ങനെ? നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഒരു നിശ്ചിത വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കാം എന്നുള്ള അവകാശം നമ്മൾ വിൽക്കുന്നു. അതായത് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 1100 രൂപയ്ക്ക് അത് വിൽക്കാമെന്നുള്ള അവകാശം മറ്റൊരാൾക്ക് വിൽക്കുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്റ്റോക്ക് മുകളിലോട്ട് പോയാലും അല്ലെങ്കിൽ വിലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ? സ്റ്റോക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ 1000 രൂപയ്ക്ക് കയ്യിലുള്ള സ്റ്റോക്കാണ്. അപ്പം 1100 എത്തിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ വിറ്റുകൊണ്ട് നമുക്ക് അതിന്റെ പ്രോഫിറ്റും കിട്ടും. നമ്മൾ പിന്നെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത പ്രീമിയവും നമുക്ക് കിട്ടും. അതുമാത്രമല്ല, സ്റ്റോക്കുകളെ നമുക്ക് നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യാം. ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ടും നേരത്തെ അറിഞ്ഞില്ല എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? നമുക്കിനി ഇതിന്റെ ലോജിക്കൽ സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് റാഷണൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് പ്രൈസ് 1000 രൂപയാണെന്ന് വയ്ക്കുക. അതായത് 1000 രൂപയുടെ സ്റ്റോക്ക് 750 എണ്ണം. അതായത് നമ്മളിപ്പോൾ ഓപ്ഷൻ കോൺട്രാക്ട് വാങ്ങുമ്പോൾ നമുക്കൊരു ബണ്ടിലായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഉദാഹരണം നമ്മൾ പറയുമ്പോൾ അതേ കണക്കിനുള്ള സ്റ്റോക്കുകൾ നമ്മുടെ കൈവശം വേണം. അതായത് 750 സ്റ്റോക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. 1000 രൂപയാണ് ഒരു സ്റ്റോക്കിന്റെ വില. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി മുടക്കിയത് 7,50,000 രൂപ. നിങ്ങൾ 1000 രൂപയ്ക്ക് മേടിച്ച സ്റ്റോക്കിന്റെ അതേ സ്റ്റോക്കിന്റെ 1100 രൂപ സ്ട്രൈക്ക് സെല്ല് ചെയ്യുന്നു. 1100 രൂപ സ്ട്രൈക്കിന്റെ വില 25. അപ്പോൾ 25 × 750 18,750 രൂപ സെല്ല് ചെയ്ത് പ്രീമിയം നിങ്ങൾ കൈപ്പറ്റുന്നു. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും നോക്കാം. സ്റ്റോക്ക് 1100 രൂപയ്ക്ക് മുകളിൽ പോകുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പെർ സ്റ്റോക്കിന് 100 രൂപ വെച്ച് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് 100 × 750 75,000 രൂപ. അതായത് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10% പ്ലസ് നിങ്ങളുടെ ഓപ്ഷൻ സെല്ല് ചെയ്ത പ്രീമിയം 18,750. അപ്പോൾ 75,000 പ്ലസ് 18,750 ടോട്ടൽ പ്രോഫിറ്റ് 93,750. ഇനി സ്റ്റോക്ക് 1100 മുകളിൽ പോയില്ല, ഒരു 1150 അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതോ ഒരു വിലകളിൽ എത്തി. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ 1150 എടുക്കാം. ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മൾ 1000 രൂപയ്ക്കാണ് സ്റ്റോക്ക് വാങ്ങിയത്. അപ്പോഴും മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെർ സ്റ്റോക്കിന് നമുക്ക് 50 രൂപ പ്രോഫിറ്റ് അവിടെ കിട്ടും. അതായത് 5% നമ്മുടെ മുടക്കിയ മുതലിന്റെ 5% സ്റ്റോക്കിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. അതായത് 75,000ന്റെ പകുതി ആയിരിക്കും അത്. പ്ലസ് നമ്മുടെ ഓപ്ഷൻ സെല്ല് ചെയ്ത പ്രീമിയം 18,750 രൂപ. അതായത് 37,500 പ്ലസ് 18,750 56,250 രൂപ. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ്. ഇനി സ്റ്റോക്ക് വളരെ നീക്കമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് പ്രീമിയം കളക്ട് ചെയ്യാം. മറിച്ച് അടുത്തൊരു സാഹചര്യം, ഇനി നമ്മൾ വിചാരിച്ച് സ്റ്റോക്കുകൾ മുകളിൽ പോയിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്, ഒരു പക്ഷേ ഇനി കുറച്ച് താഴോട്ട് പോയി. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ പ്രീമിയം നമുക്ക് കിട്ടും. വീണ്ടും നമുക്ക് കോൾ ഓപ്ഷനുകൾ സെല്ല് ചെയ്തുകൊണ്ട് പ്രീമിയം കളക്ട് ചെയ്യാം. നമ്മൾ വിചാരിച്ച പോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും, മൂവ് ചെയ്തില്ലെങ്കിലും പ്രോഫിറ്റ് കിട്ടും. വീണ്ടും താഴോട്ട് നീങ്ങിയാലും നമുക്ക് നഷ്ടസാധ്യതകൾ അവിടെ വളരെ പരിമിതപ്പെടുകയാണ്. നമുക്കിനി ഇതിന്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിന്റെ ഓപ്ഷനുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതുകൊണ്ടോ, ഇത് എൻ്റെ ഇന്നത്തെ പ്രോഫിറ്റ് ആണ്. ഡേ പ്രോഫിറ്റ് 10,647 രൂപ ഓവറോൾ ഉള്ള. ഇത് ഇന്നത്തെ പ്രോഫിറ്റ് ആണ് 10,607. ബാക്കി ടോട്ടൽ പ്രോഫിറ്റ് ആണ്. കവേർഡ് കോൾ സ്ട്രാറ്റജിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിതിനകത്ത് ടോട്ടൽ പ്രോഫിറ്റ് 14,559 രൂപ
പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് SBIന്റെ സ്റ്റോക്കാണ്. ഇത് വെറും സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. SBIന്റെ സ്റ്റോക്ക് 1000 രൂപ പെർ സ്റ്റോക്ക്. നമ്മുടെ വ്യൂ ഇവിടെ നിന്ന് മുകളിലോട്ട് നീങ്ങുമെന്നാണ്. 5% അല്ലെങ്കിൽ 6% നീങ്ങും എന്നുള്ള പ്ലാനിലാണ് നമ്മൾ കവേർഡ് കോൾ സ്ട്രാറ്റജി എടുക്കുന്നത്. മാത്രമല്ല, ഒരു പക്ഷേ ഇത് മുകളിലോട്ട് നീങ്ങിയില്ല, ഈ ഭാഗത്ത് എവിടെയെങ്കിലും അത് കൺസോൾഡേറ്റ് ചെയ്തു, അതായത് പ്രൈസ് നീങ്ങിയില്ല, ആ സാഹചര്യത്തിൽ നമുക്ക് പ്രീമിയം കളക്ട് ചെയ്യാം. മറിച്ച് നമ്മൾ സെല്ല് ചെയ്ത ഇപ്പോൾ 1040 രൂപ അല്ലെങ്കിൽ 1060 രൂപ നമ്മൾ സെല്ല് ചെയ്ത പ്രൈസിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്കിനെ നമുക്ക് 1600 രൂപയ്ക്ക് 1060 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ 1040. നമ്മൾ ഏത് പ്രൈസിനാണോ സെല്ല് ചെയ്തത് ആ വിലയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് നടപ്പിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കാം. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് ലാഭം കിട്ടും, നമ്മളെ പ്രീമിയം കിട്ടും. മറിച്ച് ഇവിടെ നിന്ന് പ്രൈസ് അധികം നീങ്ങിയില്ല, കൺസോൾഡേറ്റ് ചെയ്താലും നമുക്ക് പ്രീമിയം സ്വന്തമാക്കാം. മറിച്ച് നമ്മൾ വിചാരിച്ച പോലെ പോയില്ല, മറിച്ച് താഴോട്ടാണ് പോയതെങ്കിലും നമുക്ക് ആ നഷ്ടത്തിൽ നിന്ന്, വലിയ നഷ്ടത്തിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്ത പ്രീമിയം കൊണ്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റോക്ക്. ഇത് സ്റ്റഡി പർപ്പസ് ആണ്, ഓൺലി സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചെയിനിൽ കൂടെ ഒന്ന് പോയി നോക്കാം. അടുത്ത് ഏത് സ്ട്രൈക്കാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, എത്ര രൂപ പ്രീമിയം ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. കണ്ടത് എക്സ്പയറി ഡേറ്റ് നെക്സ്റ്റ് മന്ത് ആഗസ്റ്റ് 25, 2026 കോൺട്രാക്റ്റ്. സ്ട്രൈക്ക് 130 അല്ലെങ്കിൽ 140 ഏതാണെങ്കിലും നമുക്കിപ്പോൾ 1040 എടുക്കുക, അതായത് 22.55 പ്രീമിയം, അല്ലെങ്കിൽ 1030 അതാണെങ്കിൽ 26 രൂപ പ്രീമിയം പ്രൈസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം നമുക്കിവിടെ 1040 22, അപ്പോൾ 22.10 × 750 അതാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഏകദേശം അതൊരു 18,000 രൂപയ്ക്ക് അകത്ത് വരും. അപ്പോൾ നമ്മളിവിടെ സെൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺട്രാക്റ്റുകൾ സെല്ല് ചെയ്യാൻ സാധിക്കും. ആ വിലയ്ക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെൻസിബിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 1030 സ്ട്രൈക്കാണ് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പ്രീമിയം കൂടുതൽ ഉണ്ട്, 40 ആണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. കാൽക്കുലേഷന് വേണ്ടിയിട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ട് അതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 4% ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രീമിയം കിട്ടും. പിന്നെ ഇവിടെ മാക്സിമം ലോസ് അൺലിമിറ്റഡ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ആ ലോസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മളെ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റിൽ വിലകൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ വിലയ്ക്ക് നമ്മൾ സ്റ്റോക്ക് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആൾറെഡി സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് അൺലിമിറ്റഡ് ലോസ് ഇല്ല. അതായത് നമ്മൾ എടുത്ത വിലയ്ക്ക് 1030 രൂപയ്ക്ക് നമ്മൾ 1000 രൂപയ്ക്കാണ് സ്റ്റോക്ക് വാങ്ങിയത്. അഥവാ ഈ കോൺട്രാക്ട് നടപ്പിലായി കഴിഞ്ഞാൽ 1030 രൂപയ്ക്ക് നമുക്ക് വിൽക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രേഡിംഗ് ഗാംബ്ലിംഗ് അല്ല, ഇതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. അതായത് നിങ്ങളെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ഹോപ്പിനനുസരിച്ച് ഒരിക്കലും മാർക്കറ്റ് നിങ്ങൾക്ക് പണം നൽകില്ല. നമ്മുടെ തന്ത്രങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ ഈ ചാനലിൽ ഓപ്ഷൻ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഫണ്ടമെന്റൽസ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, പ്രൈസ് ആക്ഷൻ, ട്രേഡിംഗ് സൈക്കോളജി, ഇങ്ങനെ ഞാൻ പല പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 1 by 1 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ഈ ശ്രമം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. സുരക്ഷിതമായിട്ട് ട്രേഡ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.